ഈ ചർച്ചയിൽ ശ്രീ എൻ കൃഷ്ണദാസ് CPIM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ സന്ദീപ് വാര്യർ BJP, ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ എൻ കൃഷ്ണദാസ്. ഓരോ ദിവസവും ഓരോ വിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അറിഞ്ഞ ഒരു കാര്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് സ്വർണ്ണക്കള്ളക്കടത്തിന് വേണ്ടി ഗൂഢാലോചന നടത്താനുള്ള ഫ്ളാറ്റ് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എടുത്തുകൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കർ ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ അറിഞ്ഞു കഴിഞ്ഞതാണ്. ഈ കള്ളക്കടത്ത് ഗ്യാങ്ങുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബന്ധം അനുനിമിഷം വ്യക്തമാകുമ്പോഴും എന്തുകൊണ്ടാണ് സസ്പെൻഷൻ പോലെ ഒരു നടപടിയിലേക്ക് പോവാൻ സർക്കാർ മടിച്ചു നിൽക്കുന്നത്? ഇപ്പോ ഒരു നിമിഷം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ ശബ്ദം മീഡിയ വൺ തന്നെ കേൾപ്പിച്ചത്. ആരെങ്കിലും സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളിലൂടെ നിങ്ങൾക്ക് തോന്നിയത് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ രീതിശാസ്ത്രത്തിൽ എന്തോ പെശക് പറ്റിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുന്നത് ഒരാളെയും ഗവൺമെന്റ് രക്ഷിക്കില്ല. ആരാണോ അതിൽ തെറ്റുകാരൻ അവരുടെ പേരിൽ നിയമാനുസൃതമുള്ള നടപടിയെടുക്കും. ഈ ശബ്ദമാണല്ലോ മുഖ്യമന്ത്രി ഒരു നിമിഷം മുമ്പ്, നിങ്ങൾ തന്നെ മുഖ്യമന്ത്രിയുടെ ശബ്ദമാണല്ലോ നിങ്ങൾ ഒരു നിമിഷം മുമ്പ് കേൾപ്പിച്ചത്. അതിൽ നിന്ന് സംരക്ഷിക്കുന്ന ധ്വനി ആണ് നിങ്ങൾ വായിച്ചെടുക്കുന്നത് എങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു രീതിശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് എന്താ പറഞ്ഞത്? ഇവിടെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന വിധത്തിൽ ഗൗരവതരമായിട്ടുള്ള സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നു. ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പുണ്ട്. ഇപ്പോ ഈ സ്വർണ്ണക്കടത്തിൽ, ഈ കഴിഞ്ഞ ദിവസം നടന്ന സ്വർണ്ണക്കടത്താണ് ഇപ്പോൾ വിവാദമായി വന്നിട്ടുള്ളത്. അതിൽ അന്വേഷിക്കേണ്ടതിന്റെ നിയമപരമായിട്ടുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി നല്ല സ്റ്റേറ്റ്സ്മെൻ സ്പിരിറ്റിലാണ് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. ഇതിനെ സംബന്ധിച്ച് ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉചിതമായ ഏജൻസിയെ കൊണ്ട് നടത്തണം. എവിടെ നിന്ന് സ്വർണം വരുന്നു, എവിടേക്ക് പോകണു, ആരാണ് ഗുണഭോക്താക്കൾ, തീവ്രവാദ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടോ, രാഷ്ട്ര സുരക്ഷയെ തകർക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ സമഗ്രമായിട്ട് അന്വേഷിച്ച് ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തി കുറ്റക്കാരെ ശിക്ഷിക്കുന്ന ശേഷിയുള്ള നിയമപരമായിട്ടുള്ള ഏജൻസിയെ ഏൽപ്പിക്കണം. അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് NIA തന്നെയായിരുന്നു ഏൽപ്പിച്ചത്. NIA അതിവേഗത്തിൽ അവരുടെ നടപടികളിലേക്ക് പോയി. ആ നടപടികളുടെ അടിസ്ഥാനത്തിൽ ചില പ്രതികളെ പിടിച്ചു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി മറ്റൊരു ഏജൻസി ആയിട്ടുള്ള കസ്റ്റംസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോ 9 മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണല്ലോ പറഞ്ഞത്. 12 മണിക്കൂർ കേരളത്തിന് ഇതിന് മുമ്പുള്ള മുഖ്യമന്ത്രി ചോദ്യം ചെയ്തു, നിങ്ങൾ ഓർക്കുന്നില്ല? ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തത്. വരട്ടെ, അല്ല അക്കാര്യത്തിൽ തെറ്റുകാരനാണ് ശ്രീ എൻ കൃഷ്ണദാസ് ഈ മനസ്സിലാക്കലിന്റെ രീതിശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോ നോക്കൂ, ഈ ആലങ്കാരികമായി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. ശരി, NIA കള്ളക്കടത്ത് സംഭവം അന്വേഷിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായ പദവി IT സെക്രട്ടറി ആയിരുന്നോ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്നോ, അദ്ദേഹം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, പിൻവാതിൽ വഴി ആളെ നിയമിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒരു പോലീസ് അന്വേഷണത്തിനും വിധേയമാക്കാവുന്ന കാര്യങ്ങളാണല്ലോ. എന്റെ ഓഫീസ് ഞാൻ അറിയാതെ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തും, അതിനനുസരിച്ചുള്ള നടപടി എടുക്കുമെന്നൊരു നിശ്ചയദാർഢ്യം മുഖ്യമന്ത്രിക്കും വേണ്ടേ? അതല്ലാതെ NIA എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ, അപ്പോൾ നോക്കാം, അതാണോ സമീപനം? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഉന്നതനായ ഒരു IAS ഓഫീസറാണ് ഇതിൽ വിവാദത്തിൽ വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ വിവാദത്തിൽ വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തു, IT സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവികൾ ഏതെങ്കിലും വിധത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നത് അന്വേഷിക്കാൻ കേരള സംസ്ഥാനത്തിന്റെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ചീഫ് ആയിട്ടുള്ള ചീഫ് സെക്രട്ടറിയെയും സബോർഡിനേറ്റ് ആയിട്ടുള്ള തൊട്ടടുത്ത സബോർഡിനേറ്റ് ആയിട്ടുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അവരന്വേഷിക്കട്ടെ. ഒരു അതിന്റെ ഇടയിൽ നിങ്ങൾ ധൃതി പിടിക്കണെന്തിനാ? അവർ വരട്ടെ. ഇത് ധൃതിയാണോ? ഉടനെ നടപടി എടുക്കില്ല എന്നാണോ മുഖ്യമന്ത്രി? നമുക്കത് കാത്തിരിക്കാം. ശ്രീ കൃഷ്ണദാസ്, നടപടി എടുക്കും എന്നതാണ് നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തെ നിങ്ങൾ ബഹുമാനിക്കണം. ശരി, നോക്കാം, നമുക്ക് നോക്കാം. ശ്രീ സന്ദീപ് വാര്യർ, ഇന്നിപ്പോ ഹൈദർ ടവറിൽ
ഈ സ്വപ്ന സുരേഷിനും കുടുംബത്തിനും ഫ്ളാറ്റ് എടുത്തു കൊടുത്തത് ശിവശങ്കർ വഴി അരുൺ ബാലചന്ദ്രൻ എന്ന CM-ന്റെ മുൻ IT ഫെലോ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ശിവശങ്കർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ അത് ചെയ്തത് എന്ന് അരുൺ വ്യക്തമാക്കുകയും അത് സംബന്ധിച്ച വാട്സാപ്പ് സന്ദേശങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സ്വപ്ന സുരേഷുമായിട്ടുള്ള കൂടുതൽ ബന്ധം ഓരോ ദിവസവും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് കോൺക്രീറ്റായ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരട്ടെ എന്ന നിലപാടിൽ കേരള സർക്കാരിന് എത്ര കാലം ഇരിക്കാൻ കഴിയും? അല്ല, ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ വാദഗതികൾ അത് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. കാരണം ഈ അന്വേഷണം അവർ പ്രതീക്ഷിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തില്ല എന്നാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ അന്വേഷണം എത്തിക്കഴിഞ്ഞല്ലോ. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ 10 മണിക്കൂർ നേരമാണ് കസ്റ്റംസ് ചോദ്യം ചെയ്തത്. നമ്മൾ ഈ ഒരു ആലങ്കാരികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്വേഷണം എത്തട്ടെ എന്നൊക്കെ പറയുമ്പോൾ അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഡോറ് തുറന്ന് അകത്ത് കയറട്ടെ എന്നുള്ളതല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആളെ ഒരു തീവ്രവാദ വിരുദ്ധ നിയമം രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്, അതും 10 മണിക്കൂർ, കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം 10 മണിക്കൂർ നീണ്ട ക്വസ്റ്റ്യനിങ് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ കേസ് മുഖ്യമന്ത്രി ഓഫീസിൽ എത്തി എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണ്. 2, ഇന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യം, അതായത് ശിവശങ്കർ മുഖേന മുഖ്യമന്ത്രിയുടെ IT ഫെല്ലോ ഉണ്ടായിരുന്ന അരുൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഫ്ളാറ്റ് എടുക്കാൻ വേണ്ടി സഹായിച്ചത്. അത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് വാട്സപ്പ് സന്ദേശങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. അതോടുകൂടി ഈ സ്വർണ്ണ തട്ടിപ്പ് സംഘവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾക്കല്ല 1-ൽ കൂടുതൽ പേർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കൃത്യമായ വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ഇവർക്ക് ഒളിച്ചു കളിക്കാൻ കഴിയില്ല. ഇനിയും ഇവർക്ക് മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചു നിൽക്കാനേ കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. അതും അന്വേഷണം നടക്കുന്നത് നമ്മൾ ആ ഗ്രാവിറ്റി മനസ്സിലാക്കണം. ചെറിയ സംഭവമൊന്നുമല്ല. തീവ്രവാദ വിരുദ്ധ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കേസിലാണ് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ കൂടി അന്വേഷണം നടക്കുന്നത്. അപ്പൊ ആ അന്വേഷണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ചെയ്യേണ്ടതാ. മുഖ്യമന്ത്രി ഇന്നും പറയുന്നത് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം തെളിവായിട്ടില്ല. ഈ സസ്പെൻഡ് ചെയ്യാൻ മാത്രം തെളിവായിട്ടില്ല എന്നാ പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒരു അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു ബ്യൂറോക്രാറ്റ് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഒരു ദേശവിരുദ്ധ പ്രവർത്തനം എന്ന് ആരോപിക്കപ്പെടുന്ന സംഗതിയിൽ ഇനി എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യാൻ വൈകുന്നു? അതൊരു സാമാന്യ നീതിയല്ല. ഈ നാട്ടിലെ ജനങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് അധികാരത്തിൽ വിടുന്ന സമയത്ത് ആ ജനങ്ങളോടൊരു പ്രതിബദ്ധതയില്ലേ? ഇവര് നേരത്തെ ശ്രീ NN കൃഷ്ണദാസ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ അപവാദ ഭയം ഭയന്നിട്ടാണ് ഞങ്ങൾ മാറ്റി നിർത്തിയതെന്ന് പറഞ്ഞല്ലോ. അപവാദ ഭയം യഥാർത്ഥത്തിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ അപവാദ ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷം മൊഴി ചൊല്ലാൻ തയ്യാറാവണം. ശിവശങ്കറിനെ മൊഴി ചൊല്ലാൻ തയ്യാറാവുക. അയാളെ സസ്പെൻഡ് ചെയ്യേ. ആ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമെങ്കിലും നിർവഹിക്കും. ജനങ്ങളോടാണ് നിങ്ങൾക്ക് പ്രതിബദ്ധതയെങ്കിൽ. അതല്ല, ശിവശങ്കറിനെ മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ശിവശങ്കറിനെ ഭയക്കുന്നത്? അപ്പൊ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്താൽ, ശിവശങ്കറിന് നേരെ നടപടി വന്നാൽ മുഖ്യമന്ത്രിയെ ബാധിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ശിവശങ്കറിന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത്. ശരി, IT വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പല ഇടപാടുകളും മുഖ്യമന്ത്രിയുടെ മകളുടെ IT കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ, ഇതെല്ലാം മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നുണ്ടോ? ശരി, അതുകൊണ്ടായിരിക്കണമല്ലോ ശിവശങ്കറിനെ സംരക്ഷിക്കും. ശിവശങ്കറിന്റെ അനുവാദം കിട്ടാത്തത് കൊണ്ടാണോ ശിവശങ്കറിനെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന ചോദ്യം മൂർത്തമായ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചത് കുറ്റവാളികളെ സംരക്ഷിക്കില്ല, യഥാസമയത്ത് തന്നെ കൃത്യമായ നടപടി ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളാണ്. സസ്പെൻഷന് ഇതുവരെ വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഷന് സമയമായിട്ടില്ല. അതേസമയം അക്കാര്യം അദ്ദേഹം നിരാകരിക്കുന്നില്ല. ഇപ്പോൾ നടപടി എടുത്തിട്ടില്ല എന്നുള്ളതേ പറയുന്നുള്ളൂ. ഇനി നടപടി എടുക്കില്ല എന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്ത് മനസ്സിലാക്കണം? അല്ല, ഇനി അദ്ദേഹത്തിന് പടിപ്പുരെ പോയി സമയം നോക്കണമായിരിക്കും നടപടി എടുക്കാനേ. അതായിരിക്കാം കാരണം ഇതിനേക്കാൾ ഇനി എന്താ തെളിവ് വേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കൂ, എത്രയോ ദിവസമായി ഈ വിഷയം നമ്മുടെ മുമ്പിൽ വന്നു തുടങ്ങിയിട്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷമുള്ള അസംബ്ലിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ് ആർക്കൊക്കെയാണ് വന്നിട്ടുള്ളത്? വേറെ ആർക്കെതിരെയല്ലോ വന്നിട്ടുള്ളത്. ഒന്ന് നോക്കൂ, ആദ്യം വന്നിട്ടുള്ളത് ശിവശങ്കറിനെതിരായിട്ട്.
രണ്ടാമത് വന്നിട്ടുള്ളത് പിന്നെ ഒരു സ്പീക്കർക്കെതിരായിട്ട്. സ്പീക്കർ തന്നെ അവകാശപ്പെടുന്നത്, CPM പ്രതിനിധികൾ തന്നെ അവകാശപ്പെടുന്നത്, ഒരു BJP-കാരന്റെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ സ്പീക്കർ പോയി എന്നാണ്. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൻസി പോലുമല്ല അദ്ദേഹം പോയതും അതിനെ തുടർന്ന് പുറത്തു വന്നിട്ടുള്ള വീഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള ന്യായീകരണങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്തൊന്നും നമുക്ക് കൺവിൻസിംഗ് ആയിട്ടൊരു കാര്യവുമില്ല. സ്പീക്കർ പിന്നെ സ്വപ്നയുടെ സ്വാധീനത്തിന് വഴങ്ങി അവിടെ പോയി എന്ന് വ്യക്തമായിരിക്കുന്നു. അപ്പോൾ അവിടെ രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആൾ KT ജലീൽ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണമൊക്കെ നിലത്തന്നു. പക്ഷേ ഞാനിപ്പോഴും കൺവിൻസ്ഡ് അല്ല. കാരണം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഇന്നലെ സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ടിന്റെ പിന്നെ പേപ്പർ എടുത്ത് നോക്കിയാൽ താങ്കൾക്കറിയാം അവിടെ UAE കൗൺസിൽ എന്ന് മാത്രമാണ് അവിടെ മുകളിലുള്ളത്. അത് ആരുടെ നമ്പറിന് നേരെയും അങ്ങനെ ഒരു പേര് രജിസ്റ്റർ ചെയ്താൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ പേര് തന്നെ വരും. ഒന്ന്. രണ്ട്, അദ്ദേഹം ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു. ആ ഡേറ്റും ആ ഡോക്യുമെന്റിൽ കാണുന്നില്ല. നാളെ അദ്ദേഹം അത് തിരുത്തി കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ഞാൻ അത് അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന പിന്നെ സ്ക്രീൻഷോട്ട്സിന്റെ പ്രിന്റ് ഔട്ട് അത് കൺവിൻസിംഗ് അല്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം വിളിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് വേയിലൂടെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഒരു എംബസിയുമായി ബന്ധപ്പെട്ട് ഒരു കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പിന്നെ ചാരിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. മൂന്ന്, അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ഗൺമാനുമായി ബന്ധപ്പെട്ട് പിന്നെ ഫോൺ ചെയ്തതിനെ സംബന്ധിച്ച് യാതൊരു ന്യായീകരണവും വസ്തുതകൾക്ക് നിരക്കുന്ന രീതിയിലല്ല വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മുഖ്യമന്ത്രിയുമായി ചേർന്നാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് അരുൺ ബാലേന്ദ്രൻ. ഈ അരുൺ ബാലേന്ദ്രനെ ആരാണ് നിയമിച്ചത്, എങ്ങനെയാണ് നിയമിച്ചത്, എവിടെയാണ് നിയമിച്ചത്, എന്നാണ് നിയമിച്ചത്, ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ല. ഏറ്റവും അവസാനം അദ്ദേഹവും മുമ്പേ നമ്മൾ സ്വപ്നയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സ്വപ്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സയന്റിസ്റ്റുകളെയാണ് പിന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഡെസിഗ്നേഷൻ ഡയറക്ടർ മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് എന്താണ്, പിന്നെ ഹൈ പവർ ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റി. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രി IT ഫെലോ ആയിരുന്നു. അതിനേക്കാൾ ഉയർന്ന പദവിയിലേക്ക് പിന്നെ അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തെ കൊണ്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ആ നിയമനം എങ്ങനെ നടന്നിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആപ്ലിക്കേഷൻ വിളിച്ചിരുന്നോ, ടെസ്റ്റ് നടത്തിയിരുന്നോ? അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്, മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്ന നിലയിലാണ് കഴിഞ്ഞ സെപ്റ്റംബർ വരെ പിന്നെ അദ്ദേഹത്തെ 2019 പിന്നെ ജൂലൈ വരെ വെച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടുന്ന രീതിയിലേക്ക് ഒരു വലിയ തസ്തികയാണ്. അദ്ദേഹത്തിന്റെ പദവിയിൽ അദ്ദേഹത്തിന്റെ പിന്നെ എന്തായിരുന്നു വർക്ക് എന്തായിരുന്നു? അദ്ദേഹത്തിന് അസൈൻ ചെയ്തിരുന്നത്, ആദ്യത്തെ റൗണ്ട് അദ്ദേഹത്തിന് അസൈൻ ചെയ്തിരുന്നത് ഇന്ത്യയിലെ മികച്ച IT വിദഗ്ധന്മാരെ വരുത്തി ബിസിനസ് സ്ട്രാറ്റജി, കേരളത്തിന് വേണ്ടുന്ന IT മേഖലയിലെ ബിസിനസ് സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് താങ്കൾക്ക് അറിയാമോ അഭിലാഷേ? 1 ഷിബുലാൽ, 2 ക്രിസ് ഗോപാലകൃഷ്ണൻ, 3 അജിത് ബാലകൃഷ്ണൻ, 4 ആന്റണി തോമസ്, 5 VK മാത്യൂസ്, 6 ദിനേശ് തമ്പി. ഇങ്ങനെ തുടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ളവരെ ഇന്ററാക്ട് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് നമുക്കറിയില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ഏറ്റവും അവസാനം കൊണ്ടുവന്നിരിക്കുന്നത് ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയും ഹൈ പവർ IT കമ്മിറ്റിയും കൂടെ കമ്പൈൻ ചെയ്ത് മെർജ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഹൈ പവർ ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കി. അതിന്റെ ഡയറക്ടറാണ്. അതിന്റെ ഡയറക്ടറുടെ ഉത്തരവാദിത്വം ഇത്തരത്തിൽ വിദേശ നിക്ഷേപങ്ങൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ ഇതെല്ലാം ഈ കമ്മിറ്റിയിൽ എടുക്കുന്ന പിന്നെ ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുക, ഇത് രണ്ടുമാണ്. അദ്ദേഹത്തിന്റെ ലിങ്ക്ഡിനിൽ ഇപ്പോഴും താങ്കൾ നോക്കിയാൽ, അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ കൃത്യമായി ബോധ്യമാവും. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെ നിയമിച്ചു? ഇപ്പൊ അദ്ദേഹം ചെയ്ത സേവനം എന്താണ്? അദ്ദേഹത്തെ ചുമതല കൊടുത്തിരുന്ന എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെ കള്ളക്കടത്തുകാർക്ക്, ഭീകരവിരുദ്ധ പ്രവർത്തകർക്ക് പിന്നെ ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തു കൊടുക്കുക. ശരി. ആര് പറഞ്ഞിട്ടാ പറയുന്നത്? ശിവശങ്കർ പറഞ്ഞിട്ടാണ്. അല്ല, ഒരു മിനിറ്റ് അഭിലാഷേ, ശിവശങ്കർ പറഞ്ഞിട്ടാണ്. അപ്പൊ അഭിലാഷ് താങ്കൾ മനസ്സിലാക്കേണ്ടത് ശിവശങ്കർ അതേ ഫ്ളാറ്റിൽ താമസിക്കുകയാണ്. ആ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ഒരു അപ്പാർട്ട്മെന്റ് അല്ല, തെളിഞ്ഞു വരട്ടെ. ഞാനല്ലോ പറഞ്ഞേ, NIA കോടതിയിൽ പറഞ്ഞിരിക്കുന്നതാണല്ലോ ഭീകരവിരുദ്ധ പ്രവർത്തകർ എന്നുള്ളത്. ഭീകരന്മാരുമായുള്ള ബന്ധമുണ്ട് എന്ന് NIA ആണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഭീകരന്മാരെ സഹായിക്കുന്ന അല്ല സാർ, ഞാനൊന്ന് പറയട്ടെ. താങ്കൾ 2-3 പ്രാവശ്യം MBA ഒക്കെ ആയിരുന്ന ആളല്ലേ, ഒന്ന് ക്ഷമ കാണിക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഭീകരന്മാരെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും ഇത്രയൊക്കെ ആയിട്ടും ഒരു നടപടി പോലും മുന്നോട്ട് എടുക്കാൻ തയ്യാറാകുന്നില്ല. ശിവശങ്കറിനെതിരെ ആരോ നടപടി എടുക്കട്ടെ, എന്തോ നടക്കട്ടെ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു. ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം നിറഞ്ഞ നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം പോലും മുഖ്യമന്ത്രിക്ക് ആ കസേരയിൽ തുടരാൻ അവകാശമില്ല. മാത്രമല്ല ശിവശങ്കറിനെതിരെ പോലും ഒരു നടപടി എടുക്കാനുള്ള ധൈര്യമില്ല. ധൈര്യമില്ലായ്മ ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചതിയുണ്ട്, എന്തൊക്കെയോ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് ശിവശങ്കറിനെതിരെ നടപടിയെടുത്താൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിന് തന്നെ അത് ബാധകമാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് തുനിയാത്തത് എന്നാണ് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. ഓക്കെ, ഫൈൻ. ഏതാണ്ട് സമാനമായ ആരോപണമാണ് BJP ഉന്നയിച്ചത്. ശ്രീ ജേക്കബ് ജോർജ് 5-6 വർഷം മുൻപ് KM മാണിയുടെ രാജി ആവശ്യം ഇതേപോലെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായ സമയത്ത് ഇതുപോലെ ഒരു ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ചക്ക പഴുത്തിട്ട് അത് ശരിയായ സമയത്ത് പറിക്കാതെ അത് ചീഞ്ഞ് കാക്കയൊക്കെ കൊത്തി ലാസ്റ്റ് പ്ലക്കെന്ന് താഴെ വീണ് ഈച്ചയൊക്കെ ആർക്കുന്ന ഒരു അനുഭവം, അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അല്ല, തീർച്ചയായിട്ടും
ശിവശങ്കറെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ്. സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഒരു നടപടി ആ സമയത്ത് യഥാസമയത്ത് എടുത്തെങ്കിൽ മാത്രമേ അതിന് രാഷ്ട്രീയ പ്രാധാന്യം, രാഷ്ട്രീയ പ്രസക്തി വരികയുള്ളൂ. യാതൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് കുറച്ചും കൂടെ തെളിവ് വേണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അദ്ദേഹം അതിനു വേണ്ടി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അതിന്റെ പിഴവുകൾ നേരിടാൻ തയ്യാറായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. 1994 കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ISRO ചാരക്കേസ് ഉണ്ടായത്. 94 ഡിസംബർ 1-ാം തീയതി, കാരണം ഞാൻ ഇന്നലെ ഇത് എഴുതിയതേ ഉള്ളൂ, വേറൊരു ഇതേ കാര്യത്തിന് തന്നെ ഒരു കോളം എഴുതിയപ്പോൾ ഈ ഡേറ്റുകളൊക്കെ നോക്കി, അങ്ങനെയാണ് ഇത് പെട്ടെന്ന് മനസ്സിൽ നിൽക്കുന്നത്. ഡിസംബർ 1-ാം തീയതി IB ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരത്തെ 2 IB ഉദ്യോഗസ്ഥർ മാത്യു ജോണും RB ശ്രീകുമാറും കൂടെ മുഖ്യമന്ത്രി കെ കരുണാകരനെ കണ്ടു. വൈകുന്നേരം ക്ലിഫ് ഹൗസിൽ പോയാൽ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു, രമൺ ശ്രീവാസ്തവ, IG രമൺ ശ്രീവാസ്തവ കുറ്റക്കാരനാണ്, ISRO ചാരക്കേസിലെ പ്രതിയാണ്, നിങ്ങൾ ഉടനെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ DGP മസൂദിനോട് ആവശ്യപ്പെടണം. കരുണാകരൻ കേട്ടിരുന്നു, ഒറ്റ ലക്ഷം വേണ്ടിയില്ല, എല്ലാം തലവിലക്കി കേട്ടിരുന്നു. ശരി എന്നാട്ടെ, നമ്മൾ വിട്ടു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം നമ്മുടെ ഡൽഹി വിളിച്ചിട്ട് ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി മാർഗരറ്റ് എൽവയോട് പറഞ്ഞു, ഇതാ ഈ കേസ് ISRO ചാരക്കേസ് CBIക്ക് വിടണം. പിന്നീട് നമുക്ക് കഥയെല്ലാം അറിയാമല്ലോ, CBI അത് കണ്ടുപിടിച്ചു. എന്താ ആ കേസ് കള്ളക്കേസാണ്. അല്ല, എനിക്ക് അതിനൊരു സംശയം. കെട്ടിച്ചമച്ച അന്ന് ചാരമുഖ്യൻ കരുണാകരൻ രാജിവെക്കണം എന്ന് പറഞ്ഞു വലിയ സമരം നടന്നു. ഒടുവിൽ കെ കരുണാകരന്റെ കസേരയും പോയി. സമാനമായ അവസ്ഥ പിണറായി വിജയൻ ഉണ്ടാകുമെന്നാണോ താങ്കൾ പ്രവചിക്കുന്നത്? അതാ ഞാൻ പറയാൻ വരുന്നേ. ഇല്ലില്ല, അത് ഞാൻ ഒഴിവാക്കുന്നില്ല, അത് ഞാൻ പറയുവാണ്. പക്ഷേ ഇവിടെ ശ്രീവാസ്തവയെ വേണമെങ്കിൽ രാജിവെപ്പിച്ചിട്ട്, അല്ലെങ്കിൽ രാജിവെക്കാനില്ല, സസ്പെൻഡ് ചെയ്തിട്ട് കരുണാകരനെ ഈ കോൺഗ്രസ് തന്റെ സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ തന്നെ അദ്ദേഹത്തിനെതിരെ നടത്തിയ സമര നീക്കങ്ങൾക്ക് തൽക്കാലത്തേക്ക് തടയിടായിരുന്നു. എന്നാലും ഇതൊക്കെ പുറത്താക്കും, അത് കാര്യം വരെ. അങ്ങനെ ഒരു രാഷ്ട്രീയം, അങ്ങനെ ഒരു പാരമ്യത്തിൽ എത്തിയിരുന്നു അന്നത്തെ. പക്ഷേ സ്വന്തം അതും ഇഷ്ടപുത്രൻ തന്നെയായിരുന്നു കരുണാകരന്റെ. രമൺ ശ്രീവാസ്തവ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ, അത് അവസാനം IG ആയിരിക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു രമൺ ശ്രീവാസ്തവ. പക്ഷേ അദ്ദേഹത്തിന്റെ രമൺ ശ്രീവാസ്തവയെ കൈവിടാൻ, പുറംതള്ളാൻ കെ കരുണാകരൻ ശ്രമിച്ചില്ല. അതിന്റെ വില അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. അതാണ് 95-ൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതും കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് രാജിവെക്കേണ്ടി വന്നു. കോൺഗ്രസിനകത്തുണ്ടായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട്. പക്ഷേ ഇതുപോലെയുള്ള ഫലങ്ങൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം, ജനാധിപത്യം അങ്ങനെയൊക്കെയാണ്. ആ ഒരു വെല്ലുവിളി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നേരിടാൻ ചിലപ്പോൾ പിണറായി വിജയൻ തയ്യാറാകും. അദ്ദേഹം ഒരു പക്ഷേ NIA ആണെങ്കിലും ഇപ്പം കസ്റ്റംസ് ആണെങ്കിലും അന്വേഷിച്ച് എന്തെങ്കിലും തെളിവ് കൊണ്ടുവരട്ടെ. കാരണം ഇത് ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിക്കുന്നത് കള്ളക്കടത്ത് NIAയും കസ്റ്റംസും അന്വേഷിക്കട്ടെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട ആശങ്ക. അത് ഓരോ മലയാളിയുടെയും ആശങ്കയാണ്. പക്ഷേ NN കൃഷ്ണദാസ്, താങ്കൾ ഇടതുപക്ഷ മാർക്സിസ്റ്റ് രാഷ്ട്രീയം വളരെ കാലമായി കൈകാര്യം ചെയ്യുന്ന ഒരു സമുന്നതനായ നേതാവാണല്ലോ. നോക്കൂ, ഇവിടെ പറഞ്ഞ ഈ നിയമനത്തിന്റെ കാര്യം മാത്രം, ഇന്ന് വന്ന പുതിയ കഥാപാത്രമുണ്ടല്ലോ, അരുൺ ബാലചന്ദ്രൻ. അദ്ദേഹം ഡിജിറ്റൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡയറക്ടർ എന്ന പോസ്റ്റിലിരിക്കുന്നു. അദ്ദേഹത്തിനും സർക്കാരിന്റെ വിസിറ്റിംഗ് കാർഡുണ്ട്, സർക്കാർ മുദ്രയുള്ള, കേരള സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രയുള്ള വിസിറ്റിംഗ് കാർഡുണ്ട്. 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള സ്വപ്നയ്ക്കും സർക്കാരിന്റെ മുദ്രയുള്ള വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് നിയമനം നേടിയത്? മുഖ്യമന്ത്രിയുടെ IT ഫെലോ, അതിനുശേഷം അദ്ദേഹം വന്നിട്ടുള്ള പൊസിഷനുകൾ, അവർ ഏത് വിധത്തിലാണ് നിയമിതരായത്? അവരുടെ ക്വാളിഫിക്കേഷൻ ആരാണ് വിലയിരുത്തിയത്? ഒരു ഡ്യൂ പ്രോസസ് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമനങ്ങൾ, ബാക്ക്ഡോർ എൻട്രികൾ, കൺസൾട്ടൻസി രാജ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഭരണ സമ്പ്രദായം ഒക്കെ ഉണ്ടാവുന്നത് ഒരു ഇടതുപക്ഷ ഭരണ സമ്പ്രദായത്തിലാണല്ലോ? കള്ളക്കടത്തും അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ NIAയോ CBIയോ അല്ലെങ്കിൽ ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ. ഈ തരത്തിലുള്ള ഭരണയന്ത്രം തിരിക്കൽ നിങ്ങളുടെ പാർട്ടിയെങ്കിലും ഒന്ന് വിശകലനത്തിനും പഠനത്തിനും വിധേയമാക്കേണ്ടതല്ലേ? ഒരു അന്വേഷണം അങ്ങനെയെങ്കിലും നടത്തേണ്ടതല്ലേ? അതായത് ഇവരിപ്പോൾ 3 പേര് അഭിപ്രായപ്പെട്ടു, താങ്കളും പറഞ്ഞു. എനിക്കതിൽ സുവ്യക്തമായിട്ട് വിശദീകരണം നൽകാൻ സാധിക്കും. അതിന് ചെറിയൊരു സാവകാശം എനിക്ക് തരണം. ഓരോന്നായിട്ട് ഞാൻ പറയാം. എന്തുകൊണ്ട് ശിവശങ്കരനെ ഇത്രയും ദിവസമായിട്ട് സസ്പെൻഡ് ചെയ്തില്ല എന്നെൻ്റെ 3 മാന്യ സുഹൃത്തുക്കളും ചോദിച്ചു. ഞാൻ അവരോട് ദയവായിട്ട്, ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്, ഏത് സ്ഥലത്തും കിട്ടുന്നതാണ് ഒരു പുസ്തകം. ഓൾ ഇന്ത്യ സർവീസ് ഡിസിപ്ലിൻ അപ്പീൽ റൂൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. പരസ്യ പുസ്തകം, സ്വകാര്യമൊന്നുമല്ല. അതിൻ്റെ
ആ പുസ്തകം നോക്കുക. ഓൾ ഇന്ത്യ സർവീസ് ഡിസിപ്ലിൻ അപ്പീൽ റൂൾ 1969, റൂൾ 3 സബ് ക്ലോസ് 1 മുതൽ 8 വരെ എങ്ങനെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെങ്കിലും വിവിധ സംസ്ഥാന സർക്കാർ കേഡർഷിപ്പിലാണെങ്കിലും ഇവരുടെ പേരിലുള്ള നടപടികൾ എടുക്കേണ്ടത് എന്ന് കാണിക്കുന്നുണ്ട്. ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവണം അവരുടെ പേരിൽ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ. ഇവരെ സർവീസിൽ നിന്ന് നീക്കി നിർത്തുന്നതിന് തന്നെ മതിയായിട്ടുള്ള കാരണം ഉണ്ടാവണം. ക്രിമിനൽ ഒഫൻസ് ഇല്ലാത്ത ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അഭിലാഷിനോട് എൻ്റെ മാന്യ സുഹൃത്തുക്കൾ ബാക്കി 3 പേരോട്, ജേക്കബ് ജോർജ് വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം ദീർഘകാലമായിട്ടുള്ള വളരെ പരിണിതപ്രജ്ഞ, എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ആളാണ്. ബാക്കി 2 പേര് 2 പ്രധാനപ്പെട്ട പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്ത് ക്രിമിനൽ ഓഫീസാണ് സ്റ്റിൽ ദിസ് ടൈം? എന്തുകൊണ്ട് NIA, എന്തുകൊണ്ട് കസ്റ്റംസ്, ഇവരാരെങ്കിലും ഇദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ ഒഫൻസ് ഇതുവരെ ചാർജ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇദ്ദേഹത്തിന്റെ സഭ്യമല്ലാത്തതോ വിഹിതമല്ലാത്തതോ ആയ ഔദ്യോഗിക പദവികൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധിച്ചു വരട്ടെ. ഇതിന് ധൃതി പിടിക്കുന്നത്, നിങ്ങൾ ഇതിനെ സമയം വെച്ച് സസ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, അഭിലാഷ് തന്നെ 3 തവണ ആവർത്തിച്ചു മുഖ്യമന്ത്രിയുടെ IT ഫെലോ. ആ വാക്ക് ഇനി നിങ്ങൾ ഉപയോഗിക്കരുത്. മുഖ്യമന്ത്രിക്ക് ഒരു IT ഫെലോ ഇല്ല. IT ഫെലോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് പറയാൻ സമയം തരണം. കേരളത്തിലേക്ക് വൻകിട IT നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ IT കമ്പനി പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി. അതാണ് നേരത്തെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ജ്യോതികുമാർ ചാമക്കാല കുറച്ച് ആളുകളുടെ പേര് പറഞ്ഞത്. അവരെ ഉൾപ്പെടുത്തി ഒരു ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയെ സഹായിക്കാനും അതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുമായി ചില ഫെലോസിനെ നിശ്ചയിച്ചു. ഇവരാ നിശ്ചയിച്ചത്. അതിൽപ്പെട്ട അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് അഭിലാഷ് ചോദിച്ചപ്പോ, എങ്ങനെയാണ് ഈ കൺസൾട്ടൻസി കൾച്ചർ ഒരു ലെഫ്റ്റ് ഇതിന് വരുന്നതെന്ന്. 2017 ഏപ്രിൽ 10 ചേർന്ന ഹൈപ്പവർ IT കമ്മിറ്റി യോഗ HPIC യോഗം ഫെലോസ് ഓഫ് IT, നോട്ട് ഫോർ ചീഫ് മിനിസ്റ്റർ. അതുകൊണ്ട് ഇനി അഭിലാഷ് ഒരു മാന്യനായിട്ടുള്ള ജേർണലിസ്റ്റ് ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്ന് ഉപയോഗിക്കരുത്. അങ്ങനെ ഒരു ഫെലോ, ഒരു പോസ്റ്റ് ഇല്ല. അങ്ങനെ രൂപീകരിക്കാൻ നിശ്ചയിച്ചു. അതിനുവേണ്ടി 5/7/2017 ഇന്റർവ്യൂവിന് എല്ലാ മലയാള ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും അവർ അഡ്വർടൈസ് ചെയ്തു. 257 പേര് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. ഈ പറഞ്ഞ നേരത്തെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ചാമക്കാല പറഞ്ഞവരാണ്, ഈ വളരെ മാന്യരായിട്ടുള്ളവരാണ് ഇത് ഇന്റർവ്യൂ ചെയ്തത്. അതിൽ 257 പേര് വന്നു. അവർ ഇന്റർവ്യൂ നടത്തി, ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി. ആ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് 6 പേരെ തെരഞ്ഞെടുത്തു. അതിൽ 3 പേര് ജോലിക്ക് ജോയിൻ ചെയ്തില്ല, 3 പേര് ജോയിൻ ചെയ്തു. അതിലെ ഒരാളാണ് നിങ്ങളിപ്പോ ഈ പറഞ്ഞ അരുൺ ബാലചന്ദ്രൻ. 2019 ഒക്ടോബർ മാസം വരെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി. ആ കാലാവധി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ദയവായിട്ട് മുഖ്യമന്ത്രിയുടെ IT ഫെലോ എന്നുള്ള വാക്ക് താങ്കളെ പോലെ ഉന്നതനായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഇനി ഉപയോഗിക്കരുത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തോട് ഈ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ഓഫ് ചീഫ് മിനിസ്റ്റർ അദ്ദേഹം എവിടെയെങ്കിലും ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കട്ടെ. അതാണല്ലോ അധികാര ദുർവിനിയോഗം. അന്വേഷിച്ചിട്ട് അദ്ദേഹം ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരട്ടെ. അതൊക്കെ ചീഫ് സെക്രട്ടറിയുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ വരും. പദവി ദുർവിനിയോഗം അതൊക്കെ. ഒരു IT സെക്രട്ടറി, സീനിയർ IAS ഓഫീസർ അവരുടെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്യുന്നതാണ് ഇതൊക്കെ. അവരുടെ കീഴിലുള്ള ആളുകളോട് നീ പോയിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേ, അങ്ങനെ ചെയ്യേ എന്നൊക്കെ പറയുന്നത്. ആ അധികാര ദുർവിനിയോഗം ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ചീഫാണല്ലോ ചീഫ് സെക്രട്ടറി. ആ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടെ അന്വേഷിച്ചിട്ട് വരട്ടെ. വന്നു കഴിഞ്ഞാൽ ഒഫൻസ് വരുമ്പോ നിശ്ചയമായും അദ്ദേഹം അറിയിക്കുന്ന ശിക്ഷയ്ക്ക് കേരള ഗവൺമെന്റ് അദ്ദേഹത്തെ വിധേയനാക്കും. അതിന്റെ പുറമെ NIA, കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഏജൻസികൾ അന്വേഷിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ നേരത്തെ എന്റെ ബഹുമാന സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റോ തീവ്രവാദ ബന്ധവും ഉണ്ടെങ്കിൽ നിയമം അദ്ദേഹത്തെ ശിക്ഷിച്ചോട്ടെ. ആർക്കാണ് നഷ്ടം? അതുവരെ ഒന്ന് ക്ഷമിക്കുക. എന്നാൽ ക്ഷമിക്കാൻ ഇവർക്ക് താല്പര്യമില്ലാത്തതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ദുഷ്ടരാക്ക് കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ഏറ്റവും സത്യസന്ധമായിട്ടുള്ള നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുന്നു. രാഷ്ട്രീയ ദുഷ്ടലാക്ക് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് 9 മണിക്കൂർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കസ്റ്റംസ് ചോദ്യം ചെയ്തതാണ് വലിയ കാര്യം. 12 മണിക്കൂർ ചാമക്കാലയുടെ നേതാവ് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തത് ഇവർക്ക്
ലജ്ജയല്ല, അത് ഇവർക്ക് പ്രശ്നമല്ല. അല്ല, അത് പ്രശ്നമായിരുന്നല്ലോ ഒരു രാഷ്ട്രീയ നേതാവോ ശ്രീ എൻ കൃഷ്ണദാസ്, അത് പ്രശ്നമായിരുന്നല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ വിഷയം അതായിരുന്നല്ലോ. അത് പ്രശ്നമായിരുന്നു. അദ്ദേഹം ആ ജുഡീഷ്യൽ കമ്മീഷന് മുൻപിൽ ഇരിക്കുന്ന ഫോട്ടോയായിരുന്നു മിക്കവാറും തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലൊക്കെ. അതൊരു പ്രശ്നമാണ്. അപ്പോ അന്നത്തെ മുഖ്യമന്ത്രിയെ പോലെ തന്നെയാണ് ഇപ്പോഴും. മറച്ചുവെക്കാനില്ല എന്നല്ലേ? അല്ല, ഞങ്ങൾ വന്ന് എല്ലാം ശരിയാക്കും, എല്ലാം ശരിയാക്കാൻ വന്നവരല്ലേ? അപ്പോ ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ് എന്ന് പറയുകയാണോ ഇപ്പൊ വേണ്ടത്? പഴയ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ മനസാക്ഷി കോടതിക്ക് വിടുകയല്ല ചെയ്തത്. ഒറ്റ മിനിറ്റ് അഭിലാഷേ, ഒരു വാചകം, ഒരേ ഒരു വാചകം. അതുകൊണ്ടാണ് പറയാതെ മനസാക്ഷി കോടതിക്ക് മനസാക്ഷി കോടതി അവിടെ നിൽക്കട്ടെ. ഏത് നിയമത്തിന് വിട്ടു ശ്രീ എൻ കൃഷ്ണദാസ്? ശ്രീ എൻ കൃഷ്ണദാസ് ഒറ്റ ചോദ്യം, നിയമത്തിനാ വിടുന്നത്? ഒറ്റ ചോദ്യം, നിയമത്തിനാ വിടുന്നത്? ശരി, അല്ല നിയമത്തിന് എന്തൊക്കെ വിട്ടു? ഇന്ന് പ്രതിപക്ഷ നേതാവ് അല്ല, നിയമത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വിട്ടു? നിയമത്തിന് എന്തൊക്കെ കാര്യങ്ങൾ വിട്ടു? നിയമമാണ് ലംഘിക്കപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ പറ. ശരി, അല്ല അതിന് നിയമമാണ് ലംഘിക്കപ്പെട്ടത്? ഒരൊറ്റ ചോദ്യം. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഉന്നയിച്ച ചില പരാതികളുടെ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് ഒന്ന് വഴങ്ങൂ, ഞാനൊരു ചോദ്യം ചോദിക്കാം. അതിന്റെ സബ് ക്ലോസും എല്ലാം കോട്ട് ചെയ്തിട്ടാ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പറയാ. നിങ്ങൾ അതെന്നോട് പറയൂ, എവിടെയാണ് നിയമപരമായിട്ട് മുഖ്യമന്ത്രിക്ക് പഴവ് പറ്റിയിട്ടുള്ളത് നിങ്ങൾ പറയൂ. ഓക്കെ, ഒരു സെക്കൻഡ്. ശരി, ഒരു നിമിഷം, എനിക്കൊരു ചോദ്യം. ഇപ്പോ മനസാക്ഷിയുടെ കോടതിക്ക് വിട്ടില്ല, നിയമത്തിന് വിട്ടു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഉന്നയിച്ച ചില വിഷയങ്ങളിൽ പരാതി നൽകിയ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ പമ്പ ത്രിവേണിയിലെ മണൽ നീക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബെവ്ക്യൂ ആപ്പ് സംബന്ധിച്ച് വിജിലൻസിന്റെ ADGPക്ക് പരാതി കൊടുത്തു. ഈ നിമിഷം വരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേൾക്കൂ, നിയമത്തിന്റെ വഴിക്ക് പോയ കാര്യം പറയല്ലേ. ഒരു സെക്കൻഡ്, അങ്ങ് കേൾക്കൂ. അല്ല, ഇത് അസഹിഷ്ണുതയാണ്. കേൾക്കൂ, പ്രതികളെ രക്ഷിക്കുകയാണ് ഇവരുടെ എല്ലാ കാര്യവും ചർച്ച ചെയ്യാം. ജനങ്ങളുടെയും പ്രശ്നം. ചോദ്യം കേൾക്കാനേ തയ്യാറാകുന്നില്ല. അങ്ങ് ചോദ്യം കേൾക്കാനേ തയ്യാറാകുന്നില്ല. ഒരു സെക്കൻഡ്, അങ്ങ് ചോദ്യം കേൾക്കൂ. ചോദ്യം കേൾക്കുന്നതിന് മുൻപ് ക്ഷുഭിതനായിട്ട് കാര്യമല്ലോ. ചോദ്യം കേൾക്കൂ. അദ്ദേഹം പറഞ്ഞോട്ടെ. അല്ലല്ല, ചോദ്യം കേൾക്കൂ. അത് ചോദ്യം താങ്കൾ കേൾക്കില്ലല്ലോ. ഞാൻ ചോദിക്കാം, അങ്ങ് കേൾക്കൂ. ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കാം. ഇപ്പോ നോക്കൂ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു ബാർ മുതലാളി ഇതുപോലെ ഒരു ചാനൽ ഡിസ്കഷനിൽ ഇരുന്ന് ഒരാരോപണം ഉന്നയിച്ചു. അന്നത്തെ മന്ത്രി KM മാണിക്കെതിരെ ചാനൽ ഡിസ്കഷനിൽ ഇരുന്ന് ആരോപണം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു കത്തെഴുതി. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്നത്തെ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ KM മാണിക്കെതിരെ അന്വേഷണം നടത്തി. തുടർന്നുള്ള കാര്യം ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. സമാനമായ വിധത്തിൽ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഈ സർക്കാരിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അത് എണ്ണമിട്ട് നിർത്തുകയും സമാനമായ വിധത്തിൽ വിജിലൻസ് ഡയറക്ടർക്ക് കത്തെഴുതുകയും ചെയ്തു. അന്വേഷണമില്ല. മനസാക്ഷിയുടെ കോടതിക്കല്ല, നിയമത്തിനാണ് വിടുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളിൽ രേഖാമൂലം സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് പരാതി നൽകിയിട്ടും ഒരു അന്വേഷണം നടത്താത്തത്? മനസാക്ഷിയുടെ കോടതിക്കല്ല വിടുന്നതെന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? ഏത് പരാതിയാണ് പ്രതിപക്ഷ നേതാവിന്റെ അന്വേഷിക്കാത്തത്? പ്ലീസ് നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യൂ. ഇന്ന് രണ്ട് പരാതികളുടെ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. VS അച്യുതാനന്ദൻ ബാർക്കോഴയുടെ കാര്യത്തിൽ കത്തെഴുതിയത് മാതിരി തന്നെ ബെവ്ക്യൂ ആപ്പുമായി ബന്ധപ്പെട്ടും ഈ മണൽ നീക്കവുമായി ബന്ധപ്പെട്ടും നിങ്ങളൊന്ന് പറയൂ. രണ്ട് പരാതികൾ. ഒന്ന്, ബെവ്ക്യൂ ആപ്പിൽ ഈ കമ്പനിയെ സെലക്ട് ചെയ്തത് തെറ്റായിട്ടാണ്, അഴിമതിയാണ് അക്കാര്യത്തിൽ എന്ന് ആരോപിച്ച്. കാര്യം പറ, മണൽ നീക്കവും തമ്മിൽ എന്ത് ബന്ധം? എന്താണ് ശ്രീ NN കൃഷ്ണദാസ്, ഈ സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ച രണ്ട് സുപ്രധാന അഴിമതി ആരോപണങ്ങൾ, അതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പ്രതിപക്ഷ നേതാവ് എഴുത്തയച്ചു. ഇതും എല്ലാം പ്രശ്നമാണ്. ഈ സർക്കാർ എല്ലാം പ്രശ്നമാണ് ശ്രീ കൃഷ്ണദാസ്. ഇതാണ് പരാതികളോടുള്ള ഈ സർക്കാരിന്റെ സമീപനം. സ്വർണ്ണക്കടത്തിലെ പ്രതികളെ ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നം. ശ്രീ NN കൃഷ്ണദാസ്, അങ്ങ് ഒരു സീനിയർ നേതാവാണ്. ഈ പറയുന്നതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ. സ്വർണ്ണക്കടത്തിലെ പ്രതികളെ രക്ഷിക്കണം. അതിനാണ് നിങ്ങൾ പമ്പാ നദിയുടെ മണൽക്കടത്ത് പറയുന്നത്. പമ്പാ നദിയുടെ മണൽക്കടത്തിന്റെ കാര്യം പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്?
ഈ സർക്കാരിനെ കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല. ഈ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എന്ന് ഉദാഹരിക്കാൻ പറഞ്ഞതാണ്. ഇവിടെ CM-ന്റെ ഓഫീസ്, ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് ഇവിടെ അന്വേഷണമില്ല. ഇതിനു മുൻപ് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളിൽ അന്വേഷണമില്ല. സ്പ്രിംഗ്ലർ ഇതുപോലെ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിക്കൊള്ളും. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ശ്രീ NN കൃഷ്ണദാസ്, ഈ കേൾക്കുന്ന ആളുകളെ താങ്കളെ, ഈ പ്രേക്ഷകരുണ്ടല്ലോ, ഈ പ്രേക്ഷകരെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ ആരോപണം വരുന്നല്ലോ. സ്പ്രിംഗ്ലർ സാർ ഒരു സെക്കൻഡ്. സ്പ്രിംഗ്ലർ വിഷയത്തിൽ 2 മുൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണ സമിതിയെ വിട്ടില്ലേ? ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞില്ലേ? പോയിന്റ് ഓഫ് ഡിബേറ്റ് എന്താ? എന്റെ പോയിന്റ് ഓഫ് ഡിബേറ്റ് സ്വർണ്ണക്കടത്തോ രാജ്യദ്രോഹമോ മനസാക്ഷിയുടെ കോടതി എന്നല്ല, നിയമത്തിന്റെ വഴിക്ക് ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാകാത്ത ഒരു സർക്കാരാണിത് എന്നതാണ് എന്റെ പോയിന്റ് ഓഫ് ഡിബേറ്റ്. ഇത് ഒറ്റ വാദമുള്ളൂ. ഒരു തരത്തിലുള്ള അന്വേഷണത്തിനും വഴങ്ങാത്ത, ഒരന്വേഷണത്തെയും നേരിടാൻ ധൈര്യമില്ലാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ. ഒരന്വേഷണത്തെയും നേരിടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ എന്നുള്ളതാണ് എന്റെ പോയിന്റ് ഓഫ് ഡിബേറ്റ്. ആ പോയിന്റിൽ താങ്കൾക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരന്വേഷണത്തിനും വഴങ്ങാത്ത, ഒരന്വേഷണത്തെയും നേരിടാൻ ധൈര്യമില്ലാത്ത സർക്കാരാണ് കേരളത്തിലെ സർക്കാർ എന്നുള്ളതാണ് എന്റെ പോയിന്റ് ഓഫ് ഡിബേറ്റ്. ഏത് വിഷയം വെച്ചും നമുക്കത് ചർച്ച ചെയ്യാം. ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഏത് വിഷയം വെച്ചും, ഏത് പോയിന്റ് വെച്ചും നമുക്ക് ചർച്ച ചെയ്യാം. ശ്രീ NN കൃഷ്ണദാസ്, അല്ല, ഈ സിംഗിൾ പോയിന്റ് ചർച്ച ചെയ്യാം. ഈ സിംഗിൾ പോയിന്റ് ചർച്ച ചെയ്യാനുണ്ടോ? ഒരു സെക്കൻഡ് സാർ, ഈ സിംഗിൾ പോയിന്റ് ചർച്ച ചെയ്യാനുണ്ടോ? ഈ ഒരൊറ്റ പോയിന്റ് ചർച്ച ചെയ്യാനുണ്ടോ? ആയിക്കോട്ടെ, ഈ രാജ്യം അംഗീകരിക്കണോ വേണ്ടോ എന്നൊക്കെ രാജ്യം തീരുമാനിക്കട്ടെ. അതൊക്കെ രാജ്യം തീരുമാനിച്ചോട്ടെ. എന്റെ ഒരൊറ്റ ചോദ്യം, ഏതെങ്കിലും ഒരന്വേഷണത്തെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം, ഈ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ്. സ്പ്രിംഗ്ലറിൽ 2 അംഗ സമിതിയെ വെച്ചല്ലോ, ഒരു മാസത്തിനകം റിപ്പോർട്ട് എന്ന് പറഞ്ഞല്ലോ. സ്പ്രിംഗ്ലറിൽ വെച്ച 2 അംഗ സമിതിയുടെ റിപ്പോർട്ട് എവിടെ? സ്പ്രിംഗ്ലറിൽ ഞങ്ങൾ പരിശോധിച്ച് കണ്ടെത്തുമെന്ന് പറഞ്ഞത് എവിടെ? അങ്ങനെ എന്തൊക്കെ വിഷയമുയർന്നോ ആ വിഷയങ്ങളിലൊന്നും ഒരന്വേഷണത്തിനും തയ്യാറാകാത്ത ഒരു സർക്കാരാണിത്. അത് തന്നെയാണ് പ്രശ്നം. ഞാൻ ജേർണലിസ്റ്റൊക്കെ തന്നെ, ഞാൻ ജേർണലിസ്റ്റ് തന്നെയാണ് സാർ. അതുകൊണ്ടാണ് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, ചോദിക്കാനുള്ള ഈ സമൂഹത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഞാൻ ജേർണലിസ്റ്റ് ആയതുകൊണ്ടാണ്. ശരി, ഈ രാജ്യദ്രോഹം, സ്വർണ്ണക്കടത്ത് എന്നൊക്കെ ഒരുപാട് പറയുന്നതൊക്കെ ആളുകൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ അതൊന്നും ഡിബേറ്റില്ല. ശരി, സാധാരണ ഉത്തരം മുട്ടുമ്പോ BJP-ക്കാരാണ് രാജ്യസ്നേഹം പറയുന്നത്. നിങ്ങൾ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തു എന്നൊക്കെ സാധാരണ ദേശീയ ചാനലുകളിൽ BJP വക്താക്കൾ പറയുന്നത്. ആയിക്കോട്ടെ, ശരി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശരി ആവട്ടെ. ശരി ആവട്ടെ. ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കേൾക്കുന്ന ആളുകളെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. കേൾക്കുന്നുണ്ടല്ലോ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോ വിവിധ കാര്യങ്ങളുടെ അന്വേഷണം ഞാനിവിടെ സൂചിപ്പിക്കുന്നതായി. സ്പ്രിംഗ്ലർ ഫോർ എക്സാമ്പിൾ, ഇതേ ശിവശങ്കറിന് വരുന്ന പ്രശ്നമാണ്. ബാക്കി വിഷയങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. ഇത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ ഈ സ്വർണ്ണക്കടത്ത്, സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഈ സർക്കാരിന്റെ സമീപനത്തെ എങ്ങനെയാണ് താങ്കളുടെ പാർട്ടി കാണുന്നത്? ശരി ആവട്ടെ. അദ്ദേഹത്തിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. അല്ല, അദ്ദേഹം പറയട്ടെ, അങ്ങ് പറയൂ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യൂ അഭിലാഷേ പ്ലീസ്. ഇവിടെ അഭിലാഷേ, ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടെ പിന്നെ അദ്ദേഹം പറയുന്നത് രാജ്യദ്രോഹത്തിന് വേണ്ടി നിൽക്കുന്നു. അഭിലാഷ് രാജ്യദ്രോഹികൾ കൂട്ടുപിടിക്കുന്നു. രാജ്യസ്നേഹം ഓക്കെ, പറഞ്ഞോളൂ. അദ്ദേഹത്തിന് ജന്യം വന്നോന്ന് എനിക്കൊരു സംശയം. ഇദ്ദേഹം പഴയ MP NN കൃഷ്ണദാസ് അല്ലേ? ഏതായാലും രാജ്യദ്രോഹത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും പറയുന്ന ആരാണ്? NN കൃഷ്ണദാസ്. ഇവിടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഒറ്റുകൊടുത്ത പ്രസ്ഥാനത്തിന്റെ പിന്തുടർച്ചാവകാശികളാണ് ഇപ്പോ ഈ പറയുന്ന ന്യായം പറയുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ സ്വാതന്ത്ര്യം കരിദിനമായി ആചരിച്ചവരാണിവർ. എന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ സായുധ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരാണിവർ.
എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നത് ഞങ്ങൾ രാജ്യസ്നേഹം പഠിപ്പിക്കുക. കഷ്ടമുണ്ട് എൻ കൃഷ്ണദാസെ, താങ്കളിൽ നിന്ന് ഇതൊന്നുമല്ല പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ഇനി നിൽക്കട്ടെ, താങ്കൾ ഇവിടെ പിന്നെ എന്താ പറയുക 1968 ഓൾ ഇന്ത്യ സർവീസ് കോൺട്രാക്ട് റൂളിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനകത്ത് മദ്യപാനികളെ സംബന്ധിച്ച്, വ്യഭിചാരികളെ സംബന്ധിച്ച്, ദുർനടത്തിപ്പുകാരെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരെ താങ്കൾക്ക്? ഈ രാത്രികാല മൃഗയ വിനോദം നടത്തിയിട്ടുള്ള ഈ ശിവശങ്കറിനെ സംബന്ധിച്ച് ഒരു നടപടിയെടുക്കാൻ ഈ സർക്കാരിന് ഇനിയും ഇതൊന്നും പോരാന്നുണ്ടോ? പിന്നെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ IT ഫെലോ അല്ലാന്ന്. അഭിലാഷേ, ഈ പറയുന്ന അരുൺ ബാലചന്ദ്രന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ കയറി നോക്കണം. അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ IT ഫെലോ ആണെന്ന്. ഞങ്ങളാരും പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കിയാൽ മതി. 9 മണിക്കൂർ ഒരു IT സെക്രട്ടറി ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നു കേട്ടു. അഭിലാഷ് പറഞ്ഞല്ലോ, ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത് കഴിഞ്ഞ സർക്കാർ തന്നെയാണ്. ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് അതിന് മുമ്പിൽ പോകാൻ തയ്യാറായിട്ടുള്ളത്. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ കൊട്ടിക്കൊഴിച്ച് പിന്നെ എന്താ പറയുക, വേഗന തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടെ കൊണ്ടുവന്നു. വേഗന തെരഞ്ഞെടുപ്പ് ദിവസം പത്രസമ്മേളനം നടത്തി, അസംബ്ലി വിളിച്ചു കൂട്ടി, അസംബ്ലിയിൽ വെച്ചു. എന്തൊക്കെയായിരുന്നു ഇവിടെ? മലപ്പുറം കത്തി മറ്റേതൊക്കെ പറഞ്ഞല്ലോ. എന്തായി ഇപ്പോ? നിങ്ങൾക്ക് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ? അപ്പോൾ കൃഷ്ണദാസെ, അഭ്യാസവും ജാടയൊന്നും ഇങ്ങോട്ട് വേണ്ട. കാര്യങ്ങളായി സംസാരിക്കും. നിങ്ങളിപ്പോ രാജ്യദ്രോഹികളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ നിലനിന്നിരുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന അവിടെയാണ്. കട്ടിലിനടിയിൽ ഒളിപ്പിച്ചത് ശിവശങ്കറാണ്, സ്പീക്കറാണ്, KT ജലീലാണ്. ഇവരൊക്കെ ഈ രാജ്യദ്രോഹികൾക്ക് ഒത്താശ ചെയ്തിട്ട് വന്നിരുന്ന രാജ്യദ്രോഹത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. ഉളുപ്പ് വേണം, സ്വല്പമെങ്കിലും ഒരു ഇഞ്ചെങ്കിലും ഉളുപ്പ് വേണം. ശരി ശരി, പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഞങ്ങളൊക്കെ വിഡ്ഢികളാണെന്ന് ധരിച്ചിരിക്കണം. ശരി, അപ്പോ ഞങ്ങളിവിടെ സംസാരിക്കും. പമ്പ മണലിനെ കുറിച്ച് ചോദിച്ചു. ഇവിടെ ഞങ്ങൾ ബ്രൂവറിയെ കുറിച്ച്, ഡിസ്റ്റിലറിയെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ അഴിമതി കാണിച്ചിട്ടാ. ഇവിടെ ഞങ്ങൾ സ്പ്രിംഗ്ലറിനെ കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ അഴിമതി കാണിച്ചിട്ടാ. ഇവിടെ ഞങ്ങൾ ബെബ്ക്യൂ ആപ്പിനെ കുറിച്ച് സംസാരിച്ചു. അഴിമതി കാണിച്ചിട്ടാ. പമ്പ നദിയെ കുറിച്ച് പറഞ്ഞു, മണൽ കട്ടുവിട്ടിട്ടാണ്. അതിനുശേഷം ഈ മൊബിലിറ്റിയായി ബന്ധപ്പെട്ട് ഇതേ ശിവശങ്കർ തന്നെ അഴിമതി കാണിച്ചിട്ടാ. ഏറ്റവും അവസാനം KSCBയുടെ ചാർജ് കൂട്ടി, അതും ഞങ്ങൾ അഴിമതിയായി പറഞ്ഞു. ശരിയല്ലേ? സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്നു. കഷ്ടമുണ്ട്. ഈ സ്വർണ്ണക്കടത്തിലും വന്ന് പെട്ടു നിൽക്കുകയല്ലേ? അപ്പോൾ അഴിമതികൾ കാണിക്കും. ഒരു അഴിമതിയെ കുറിച്ച് പറഞ്ഞാൽ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് അടുത്ത അഴിമതി എടുക്കാവുന്നുണ്ടോ? ഈ രാജ്യത്ത് അഴിമതി നോക്കൂ. ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെതിരെ ഞങ്ങൾ അങ്ങേയറ്റം പറഞ്ഞു. സ്പ്രിംഗ്ലറിൽ ഈ ശിവശങ്കർ കള്ളനാണ്, ശിവശങ്കറാണ് ഇതിനെല്ലാം പിന്നിൽ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ തകർക്കാൻ പാടില്ല. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ലേ, ഈ ശിവശങ്കർ നിങ്ങളുടെ മീഡിയ ഉൾപ്പെടെ ചർച്ച ചെയ്തില്ലേ, ഞാൻ എടുത്ത തീരുമാനമാണ് സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട്. എനിക്കതിൽ ഉത്തമ ബോധ്യമുണ്ട്. ഈ സർവീസ് റൂൾസ് എവിടെ പോയിരുന്നു? ഞാൻ എടുത്ത തീരുമാനം നടപ്പാക്കുക ചെയ്യും. മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം എടുത്ത തീരുമാനമാണ് നടപ്പാക്കണം. ആരാ? ശിവശങ്കർ എടുത്ത തീരുമാനമാണ് നടപ്പാക്കിയേ പറ്റൂ. ശിവശങ്കറിനെ പ്രൊട്ടക്ട് ചെയ്യണം. മുഖ്യമന്ത്രി നിന്നു. ബെബ്ക്യൂ ആപ്പുമായി ബന്ധപ്പെട്ട് 8 നിലയിൽ പൊട്ടി. ആരായതിന്റെ പിന്നിൽ? ഈ മൊബിലിറ്റിയായി ബന്ധപ്പെട്ട് എന്ത് അധികാരമാണ് ഈ ശിവശങ്കറിന് ഈ മൊബിലിറ്റിയുടെ ഫയലും ഒറിജിനേറ്റ് ചെയ്യാൻ? അത് ഒന്നുകിൽ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ചെയ്യണം. അവിടെയൊക്കെ ഞങ്ങൾ പറഞ്ഞു ഈ ശിവശങ്കർ കള്ളനാണ് എന്ന് ഓരോ ദിവസം പറയുമ്പോഴും അല്ല, അദ്ദേഹത്തിന്റെ മുറയിൽ തകർക്കാൻ പാടില്ല, അദ്ദേഹം ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹത്തെ സെക്രട്ടറിയായി വെച്ചിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. അദ്ദേഹം ഇപ്പോ രാജ്യദ്രോഹ കുറ്റത്തിന് കസ്റ്റഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചോദ്യം ചെയ്യലിന് 9 മണിക്കൂർ വിധേയനായിരിക്കുക. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു തെളിവുകളില്ല എനിക്ക്. അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ. സസ്പെൻഷൻ ഒരു പണിഷ്മെന്റ് അല്ല. ഒന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. സസ്പെൻഷൻ പെൻഡിംഗ് എൻക്വയറീസ് സംബന്ധിച്ച് സംസാരിച്ചാൽ അതൊക്കെ NIA നോക്കിക്കൊള്ളുന്ന പറയുന്നത്. എന്ത് വിരോധാഭാസമാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്? ശരി, നമ്മുടെ അതൊക്കെയാണ് എന്റെയും അഭിലാഷിന്റെയും മുഖ്യമന്ത്രി. അതെ, ഓക്കെ, അതൊക്കെയാണ് ആരോപണങ്ങൾ. അതിന്റെ ഞാൻ ഈ കാര്യങ്ങൾ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. അതിനൊക്കെ ഭരണപക്ഷത്ത് നിന്ന് മറുപടി വരട്ടെ. അതിനു മുൻപ് ശ്രീ സന്ദീപ് വാര്യർ നോക്കൂ, ഇന്നിപ്പോ കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ അടക്കം നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ പരിശോധന നടന്നിട്ടുണ്ട്. കസ്റ്റംസ് 9 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. അതായത് അന്വേഷണം ഓണാണ്, അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനും ആ വികാരമാണുള്ളത്. അപ്പോൾ NIAയോ കസ്റ്റംസോ ഒന്നും ആരെയും വിട്ടുകളയില്ലല്ലോ. പൂർണ്ണമായ നിലയ്ക്ക് ആരാണോ ഇതിലെ കുറ്റക്കാരൻ, ആരൊക്കെയാണോ ഇടപെട്ടിട്ടുള്ളത് അവരൊക്കെ പുറത്തു വരും. ആ സമയത്ത് ഒരു IAS ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോവുക? ഇതൊക്കെ വെറും ദിവസങ്ങളുടെ മാത്രം കാര്യമല്ലേ? മുഖ്യമന്ത്രി പറയുന്നത് പോലെ വരട്ടെ എന്ന് കരുതിയാ പോരെ? അല്ല, ശ്രീ NN കൃഷ്ണദാസ് നേരത്തെ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു ഗ്രൗണ്ടും ഇല്ല എന്ന് പറഞ്ഞു. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം ഉദ്ധരിച്ചത് സർവീസ് ചട്ടങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റൂളുകളാണ് അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. റൂൾ 3 ഓഫ് ദ AIS ഉണ്ട്, ഓൾ ഇന്ത്യ സർവീസ് റൂൾസിന്റെ റൂൾ 3. അത് അൺബിക്കമിങ് ആൻ ഓഫീസർ ആണ്. അതിൽ പറയുന്നത് എവറി മെമ്പർ ഓഫ് ദ സർവീസ് ഷാൽ അറ്റ് ഓൾ ടൈംസ് മെയിൻറ്റെയിൻ അബ്സല്യൂട്ട് ഇന്റഗ്രിറ്റി ആൻഡ് ഡെവോഷൻ to duty and shall do nothing which is unbecoming of a member of the service. അതൊന്ന്. അതിനുശേഷം അത് വിശദീകരിക്കുന്നത് every officer must maintain the following high ethical standards, integrity,
honesty, political neutrality, promoting of the principles of merit, fairness and impartiality in the discharge of duties, accountability and transparency, responsiveness to the public, particularly to the weaker sections, and courtesy and good behavior with the public. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞതിൽ ഏതാണ് ശിവശങ്കർ പാലിച്ചിട്ടുള്ളത്? ഇപ്പൊ വന്ന ആരോപണത്തില് ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഓഫീസർ സർവീസ് സ്റ്റോറി എഴുതിയതിന്റെ പേരിൽ പിടിച്ച് സസ്പെൻഡ് ചെയ്ത ആളുകളാണ് ഇവിടെ ഇത്രയും ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ഓഫീസറെ ഇപ്പോഴും സസ്പെൻഡ് ചെയ്യാൻ മടിക്കുന്നത്. ശരി, ഓൾ ഇന്ത്യ സർവീസ് റൂൾസിൽ ഉണ്ട് സർ, നിങ്ങൾ പരിശോധിക്കണം. നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കും. 1, 2 ശ്രീ KT ജലീൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി എന്തിനാണ് അദ്ദേഹത്തിന്റെ എല്ലാ അധികാരങ്ങളും ലംഘിച്ചുകൊണ്ട്, പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഒരു വിദേശ രാഷ്ട്ര പ്രതിനിധിയുമായി സംസാരിക്കുന്നു? അദ്ദേഹത്തിന്റെ ജില്ലയിലേക്ക്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പരിപാടി നടത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നം വാങ്ങിച്ച് വിദേശ രാജ്യത്ത് നിന്ന് വാങ്ങിക്കുന്നു, പൂർണ്ണമായും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുന്നു. KT ജലീൽ എന്ത് ഔദ്യോഗിക കാര്യത്തിന് വേണ്ടിയാ UAE-യുമായിട്ട് സംസാരിച്ചത്? കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിക്ക് മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് ഇന്ത്യയുടെ പ്രോട്ടോകോൾ നിയമങ്ങൾ അടിവരയിട്ട് പറയുന്നു. അത് മുഴുവൻ ലംഘിച്ചുകൊണ്ട് KT ജലീല് സ്വപ്നയുമായി സംസാരിക്കുന്നു, UAE-യുടെ കോൺസുലേറ്റുമായി സംസാരിക്കുന്നു. സ്വപ്നയുമായി നേരത്തെ സംസാരിച്ച ഡീറ്റെയിൽസും വേറെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മന്ത്രി, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇപ്പൊ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നു. നിയമസഭാ സ്പീക്കർ ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നു. ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി പറയുന്നത് എന്താ? അന്വേഷണം എന്റെ ഓഫീസിലേക്ക് വന്നാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ ഓഫീസിലാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. താങ്കൾ നേരത്തെയും പറഞ്ഞു ഇതിനുള്ള മറുപടി ശ്രീ NN കൃഷ്ണദാസ് നൽകും. അതിനു മുൻപ് എനിക്കൊരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്, വളരെ ചെറിയ ഇടവേള, മടങ്ങിയെത്താം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ, ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുകയാണ് എന്ന പ്രതീതിയാണ് പുറത്തേക്ക് വരുന്നത്. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വരുന്ന വിധത്തിലുള്ള സമീപനം ഇക്കാര്യത്തിൽ ഉചിതമാകുമോ? നമ്മൾ ഇതിനെ രാഷ്ട്രീയമായി കാണൂ. ധാരാളം ആരോപണങ്ങൾ കഴിഞ്ഞ സർക്കാർ കേട്ടിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ആദ്യത്തെ 4 കൊല്ലം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയതാണ്. ഒരു തെരഞ്ഞെടുപ്പ് വെറും 10 മാസം മാത്രം അകലെ നിൽക്കെ, അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് 4 മാസം പോലും ബാക്കിയില്ലാതെ നിൽക്കെ സർക്കാർ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത് ഉചിതമാകുമോ? ഒരു ബന്ധവും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ശിവശങ്കരനെയും കൂടെ ഉള്ളവരെയും ഒക്കെ തള്ളിപ്പറഞ്ഞാൽ കുറെയൊക്കെ ഡാമേജ് കൺട്രോൾ ആകുമായിരുന്നില്ലേ? അതെന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അഭിലാഷേ, ഈ നമ്മുടെ കൂടെയുള്ള ഈ 3 പേരുടെയും രാഷ്ട്രീയ മനസ്സ് അല്ല എന്റേത്. നമ്മൾ രണ്ടുപേരും ഒരു മാധ്യമ പ്രവർത്തകന്റെ മനസ്സോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പക്വതയിലേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. രാജ്യദ്രോഹി എന്നത് മുമ്പ് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടതാണ്, നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും എന്റെ മനസ്സിൽ അതൊക്കെയുണ്ട്. അത് ഭയങ്കര അത് സങ്കടം വരുന്നൊരു കാര്യമാണ്. കരുണാകരനെ രാജ്യദ്രോഹി എന്ന് വിളിച്ചത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. അത് കോൺഗ്രസ് നേതാക്കൾ വഴക്കിന്റെ ഭാഗമായിട്ടാണ്. അത് പോട്ടെ, ഞാനതൊന്നും ഇതിന്റെ ഒരു ആധികാരികമായിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിന്റെ ചർച്ചയുടെ ഭാഗമായിട്ട് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം സ്പ്രിംഗ്ലർ വിഷയം, ബെഫ്കോ ആപ്പ്, അതേപോലെയുള്ള നിയമനങ്ങൾ, സ്വപ്ന സുരേഷിനെ നിയമിച്ചത്, അതും പ്രധാനപ്പെട്ട നിർണായകമായ IT മന്ത്രിയുടെ പോസ്റ്റിൽ നിയമിച്ചത്, അതേപോലെ പല നിയമനങ്ങളും പല സെൻസിറ്റീവ് പോസ്റ്റിലേക്കുള്ള നിയമനങ്ങളും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉപദേശകൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി, IT സെക്രട്ടറി എന്നീ നിലകളിലിരുന്നും കൊണ്ട് നടത്തിയ നിയമനങ്ങളാണ്. ഇതൊന്നും മാർപ്പർഹിക്കുന്ന കുറ്റമല്ല. മുഖ്യമന്ത്രി മാപ്പ് കൊടുക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എങ്കിലും ഒരു പക്ഷേ മുഖ്യമന്ത്രി നോക്കുന്നത് ഒരു ഉത്തരവ് കിട്ടട്ടെ. ഞാൻ പറയാം, നേരത്തെ ഡോക്ടർ ജേക്കബ് തോമസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്തത് അന്നത്തെ ചീഫ് സെക്രട്ടറി KM എബ്രഹാം എഴുതി കൊടുത്തിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു, ഞാൻ പറയുന്നു എനിക്കെതിരെ അദ്ദേഹം അന്വേഷണമൊക്കെ നടത്തി, ഞാൻ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി, ചിലപ്പോൾ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാവും. ഈ കാര്യത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞ സംസ്ഥാന ഗവൺമെന്റിനെതിരെ പറഞ്ഞ കുറെ വാചകങ്ങളുടെ പേരിൽ ജേക്കബ് തോമസിനെ സസ്പെൻഡ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ശുപാർശ എഴുതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. തിരിച്ച് അദ്ദേഹം
ചീഫ് സെക്രട്ടറിയുടെ ക്യാബിനിൽ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒപ്പിട്ട് കടലാസ് കൊടുത്തയക്കുകയും ചെയ്തു. അതുപോലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ഒരു ശുപാർശ കയ്യിൽ വെക്കണ്ടേ മുഖ്യമന്ത്രിയുടെ, അതിനുവേണ്ടി ആയിരിക്കാം അദ്ദേഹം നിൽക്കുന്നത്, അതിനുവേണ്ടി ആയിരിക്കണം ഇദ്ദേഹം കാരണം ഒരു അന്വേഷണം നടക്കുകയാണ്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് കാത്തു നിൽക്കുകയായിരിക്കും ഒരു നടപടിക്രമത്തിലേക്ക്. ഓക്കെ, ഞാൻ അതും എടുക്കാം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല. ശ്രീ NN കൃഷ്ണദാസ്, നോക്കൂ, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അരുൺ ബാലചന്ദ്രനെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എല്ലാ പദവികളിൽ നിന്നും നീക്കിയിരിക്കുകയാണ്. കഴിഞ്ഞതിന്റെ മുൻപത്തെ തിങ്കളാഴ്ച സ്വർണ്ണക്കടത്ത് കേസ് വന്നു. സ്വപ്നയെ സ്പേസ് പാർക്കിന്റെ ചുമതലയിൽ നിന്ന് മാറ്റുന്നു, അവരെ സർക്കാർ ഒഴിവാക്കുന്നു. ഇന്നിതാ ഇപ്പോ അരുണിന്റെ വാർത്ത വന്നു, അദ്ദേഹത്തെ നീക്കുന്നു. നാളെ ഇതുപോലെ ആരെയൊക്കെ നീക്കുമെന്ന് നമുക്കറിയില്ല എന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോട്ടെ, സംസ്ഥാന സർക്കാർ എത്താൻ പാടുള്ളതാണോ? ഞാൻ നേരത്തെ കൺസൾട്ടൻസി രാജിനെ കുറിച്ച് പറഞ്ഞല്ലോ. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കൺസൾട്ടൻസിയുള്ള എത്ര പ്രോജക്റ്റുകളുണ്ട്? KPMG അതുപോലെ അതുവഴി നടത്തുന്ന ഈ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ വഴിയുള്ള നിയമനങ്ങൾ, ഇതൊക്കെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി അങ്ങ് ഒരു മുതിർന്ന ഇടതുപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ കാണുന്നില്ലേ? എന്റെ ചോദ്യം. പിന്നെ ഈ പാനലിസ്റ്റുകൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഞാൻ അതൊന്നും എൻഡോഴ്സ് ചെയ്യുന്നുമില്ല, തള്ളുന്നുമില്ല. താങ്കൾക്ക് അതിന് മറുപടി പറയാം. യെസ്, ഞാൻ ആദ്യം എൻ്റെ മാന്യരായ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞതിന്, ആദ്യം സന്ദീപ് നായർ പറഞ്ഞ BJP പ്രതിനിധി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ട്. അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ള ആളുകളുടെ ഡിഗ്നിറ്റി അവരെങ്ങനെ പ്രിസർവ് ചെയ്യണം എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ റൂൾ 3 വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു. കറക്റ്റാ, അത് ആ ഡിഗ്നിറ്റി പാലിക്കേണ്ടതാണ്. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ റൂൾ 3. ആ റൂൾ 3-ലെ സബ് ക്ലോസ് 1 to 8 സന്ദീപ് നായർ വായിച്ചു നോക്കിയിട്ടില്ല. അതിലാണ് ഈ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതിനെ സംബന്ധിച്ച് ബ്രീച്ച് ഓഫ് ഡിഗ്നിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നത് സബ് ക്ലോസ് 1 to 8-ലാണ്. അതിൽ ക്രിമിനൽ ഒഫൻസ് ഉണ്ടാവണം, എന്നാലേ ചെയ്യാൻ പറ്റൂ. 48 അവേഴ്സിന്റെ മുമ്പിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിന്റെ ഉള്ളിൽ ഇദ്ദേഹം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസിന്റെ ഡീറ്റെയിൽസ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള പേഴ്സണൽ മന്ത്രാലയം, അവരാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്. അവിടെ എത്തിക്കണം വിതിൻ 48 അവേഴ്സ് വാട്ട് കൈൻഡ് ഓഫ് ക്രിമിനൽ ഒഫൻസ് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ. അത് എത്തിക്കാൻ പറ്റില്ല. രണ്ടാമത് അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ചാൽ ഈ പഴയ DGPയെ സസ്പെൻഡ് ചെയ്തായിരുന്നു. ചീഫ് സെക്രട്ടറി അന്വേഷിച്ചിട്ടാണ് ചെയ്ത. അന്നത്തെ ചീഫ് സെക്രട്ടറി അന്വേഷിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. ഇപ്പൊ ചീഫ് സെക്രട്ടറി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇത്രാം തീയതി ഉള്ളിൽ തന്നെ സസ്പെൻഡ് ചെയ്യണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? ആ റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി ഈ മുൻ IT സെക്രട്ടറിയെ സംരക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാദത്തിന്റെ കൂടെ ഞാനും കൂടാം. ചീഫ് സെക്രട്ടറിയുടെ എൻക്വയറി റിപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ശിവശങ്കരനെ വീണ്ടും സംരക്ഷിക്കുന്നു എന്ന വാദം നിങ്ങൾ ഉയർത്തിയാൽ ആ വാദത്തിന്റെ കൂടെ ഞാനും കൂടാം. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ക്ഷമിക്കുന്നില്ല അതുവരെ? അതാണ് പ്രശ്നം. പിന്നെ നേരത്തെ എന്റെ ബഹുമാനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞു 3 പേര് പൊളിറ്റിക്കലാണ്, അദ്ദേഹം അഭിലാഷും ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്കാണെന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ബാക്കി 2 പേരും പൊളിറ്റിക്കലാണ്, ഞാനും പൊളിറ്റിക്കലാണ്. അപ്പൊ അത് രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. എനിക്ക് അതിനും മറുപടി പറയേണ്ടതുണ്ട്. എന്റെ മാന്യ സുഹൃത്ത് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു അഴിമതിക്കെതിരായിട്ടൊക്കെ എന്താ ഒരു പ്രസംഗം അദ്ദേഹത്തിന്. എനിക്ക് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അഖിലേന്ത്യാ നേതാവ് ഒരു 7-8 മാസം തിഹാർ ജയിലിൽ കിടന്ന് ഇറങ്ങി പുറത്തു വന്നത് അവിടെ സുഖവാസത്തിന് പോയതല്ല. ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളുടെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സുരേഷ് കൽമാടി എന്റെ കൂടെ ലോക്സഭയിലുണ്ടായിരുന്നു. ജയിലിൽ കിടന്നത് സുഖവാസത്തിന് പോയതല്ല, അതും തിഹാർ ജയിലിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ പാർട്ടി ആരും ഇതുവരെ അഴിമതിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ നിന്ന് പോയ അഴിമതി കൊണ്ടാണ്. അതുകൊണ്ട് അഴിമതിക്കെതിരെ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ പറയുന്നത് കേട്ടാൽ ഇത് കേൾക്കുന്ന പ്രേക്ഷക ലോകം അവര് പരിഹസിച്ചും പുച്ഛിച്ചും ചിരിക്കും. എനിക്ക് അത് കൂടുതലൊന്നും ആ കാര്യത്തിൽ പറയാനില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ശിവശങ്കരനെ എന്തിനു രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഒരു സർവീസ് ഹിസ്റ്ററി ഞാൻ പറയാം, ഒറ്റ മിനിറ്റ്. ഡെപ്യൂട്ടി കളക്ടറായിട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം ഡയറക്ടറായിട്ട് ഡെപ്യൂട്ടി കളക്ടർ ഉദ്യോഗത്തിൽ വന്ന ആളാണ്.
95 കേക്കട്ടെ, 95 അദ്ദേഹത്തിന് IAS കൺഫർ ചെയ്തു. ശ്രീമാൻ AK ആന്റണിയാണ് IAS കൺഫർ ചെയ്യുമ്പോൾ. UDFന്റെ ഭരണകാലത്താണ് അദ്ദേഹം പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ മുഴുവൻ ഇരുന്നിട്ടുള്ളത്. കംപ്ലീറ്റ് പ്രധാന പോസ്റ്റുകളിൽ മുഴുവൻ ഇരുന്ന് അതിന്റെ ഹിസ്റ്ററി ഒന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഏറ്റവും അവസാനത്തെ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. അവസാനത്തെ ഒരു ഉദാഹരണം, കേരളത്തിൽ 2015 നാഷണൽ ഗെയിംസ് നടന്നത്. എൻ്റെ വളരെ സ്നേഹിതനായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല ഓർക്കുണ്ടാവും. അന്ന് അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറൊക്കെയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ. ആ നാഷണൽ ഗെയിംസിന്റെ കോർഡിനേറ്റർ ആരായിരുന്നു? അന്ന് ഇദ്ദേഹത്തിന്റെ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്പോർട്സ് മന്ത്രി. ശരി, എത്ര കോടിക്കണക്കിന് രൂപയായിരുന്നു അന്നത്തെ അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്? ആരാ അദ്ദേഹത്തെ KCB ചെയർമാനാക്കിയത്? അങ്ങനെയൊക്കെ ഒരു ഗവൺമെന്റ് സർവീസിൽ വരുമ്പോ, ഗവൺമെന്റുകൾ മാറുമ്പോ IAS ഓഫീസർമാർ മാറി മറിഞ്ഞൊക്കെ പല പോസ്റ്റുകളിലും ഇരിക്കും. ശരി, ആയിക്കൊള്ളട്ടെ. ഇത് ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ശരി, അദ്ദേഹം പക്ഷേ ക്ഷമിക്കൂ, കുഴപ്പം കാണിച്ചു എന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് ഇപ്പോഴാണ്. നമുക്ക് IAS ഉദ്യോഗസ്ഥന്റെ ജാതകം വായിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കുഴപ്പം കണ്ടുപിടിക്കപ്പെടുന്നത്, ആരോപിക്കപ്പെടുന്നത് ഇപ്പോഴാണ്. അതിനുള്ള സമാധാനം ഉണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. വളരെ നന്ദി, എനിക്ക് സമയം അവസാനിച്ചു. അതിപ്പോഴാണല്ലോ. അതെ, അപ്പോ സംരക്ഷിക്കരുത്, നടപടി വേണം. പെട്ടെന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സമയം പോയി, പെട്ടെന്ന്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം ഇപ്പൊ ശിവരാജിന് വേണ്ടി ശിവശങ്കറിന് വേണ്ടി വാദിക്കണോ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിക്കണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. കേരളത്തിൽ ആകെപ്പാടെ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആൾ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെ കൂടിയിരുത്തിക്കൊണ്ടാണ് ഇപ്പൊ ഇദ്ദേഹം കൃഷ്ണദാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് വെച്ചിട്ടുള്ളത് ശിവശങ്കരനെ എന്നുള്ള കാര്യം താങ്കൾ മറക്കരുത്. ശരി, പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്, എന്റെ കൃഷ്ണദാസ് എത്ര ദിവസം വേണം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടാൻ? എത്ര ദിവസം വേണം? നിങ്ങൾ ഒരു അന്വേഷണ കമ്മീഷൻ നേരത്തെ വെച്ചിട്ടുണ്ട്, സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് 1 മാസം സമയം കൊടുത്തു, ഇതുവരെ വന്നില്ലല്ലോ. അപ്പൊ ഇതൊന്നുമല്ല, വസ്തുതകളായി നിലനിൽക്കുന്നു. ശരി, ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 3 മാസമായി സ്പ്രിംഗ്ലറുടെ റിപ്പോർട്ടുമില്ല, മറ്റ് അന്വേഷണങ്ങളുമില്ല. നോക്കാം ഈ കാര്യത്തിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വരുമോ എന്ന്. വളരെ നന്ദി ശ്രീ NN കൃഷ്ണദാസ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തത്.